ഒന്നും വിചാരിക്കരുത്. ഇത്തിരി ഡോസ് കൂട്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ബിസിനസ്സിലും അത് പൊളിക്കാനായിട്ട് കുറെ ജന്മങ്ങള് തീട്ടം നിന്നൂടോ ചോറ് തിന്നണ തീട്ടം തിന്നണം നല്ല നിങ്ങൾ ഈ തള്ള എന്താണ് പറയുന്നത്? ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത് തീട്ടം മാരി തിന്നണം നല്ലത്. നിങ്ങളൊന്നും ചോറ് തിന്നിട്ട് ജന്തുക്കളല്ല, നിങ്ങളൊക്കെ മറ്റ് സംഭവങ്ങൾ മാരി തിന്നേണ്ട സാധനങ്ങളാണ്. ഈ മറ്റുള്ളവരെ കുറ്റം പറയണ നീ 3 നേരം കഴിക്കുന്ന തീട്ടാണോ? നിന്റെ വായിന്റെ ഉള്ളിലൊക്കെ തീട്ടത്തിന്റെ അംശം ഇരിക്കണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നീ ഈ ലൈവിൽ വന്നിട്ട് തീട്ട വർത്താനം തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. എന്നിട്ട് നീ മറ്റുള്ള ആളുകൾ തിന്നണത് തീട്ടാന്ന് നീ അങ്ങോട്ട് ഉറപ്പിക്കും. അവര് തീട്ടാണോ ചോറാണോ ബിരിയാണിയാണോ തിന്നണെന്ന് അത് അവർക്കറിയാം. നീ തിന്നണ എന്താന്ന് തീട്ടാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. അത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഭർത്താവില്ലാണ്ട് ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? എനിക്ക് അതേ ചോദിക്കാള്ളൂ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭർത്താവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ലാതെ നിങ്ങൾക്ക് വായി തോന്നിയത് കോതിക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ചില റിയാക്ഷൻ വീഡിയോസുകൾ ഇടുന്നുണ്ടല്ലോ. തന്നെ ഉറപ്പാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കും ഞാൻ. നാണും കുറച്ച് ഒത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. ഓ ഒരു പുണ്യാളൻ പോടപ്പ. ഇതിങ്ങനെ വാരി തിന്നണതുണ്ടല്ലോ, ഞങ്ങളെ വിറ്റിട്ട് അല്ലെങ്കിൽ എന്റെ മക്കളെ വിറ്റ് പൈസ ഉണ്ടാക്കി തിന്നണവര് കുറച്ച് തീട്ടം കക്കൂസ് വാരി തിന്നാണ് നല്ലത്. നിന്നെ പോലെ 3 നേരത്തിന് വരെ 5 നീരം തീട്ടങ്ങനെ ഉരുട്ടി തിന്ന 5 നീരം തീട്ടങ്ങനെ ഉരുട്ടി തിന്നണ നിന്നെ പോലുള്ള ആളുകളെ വിറ്റ് തിന്നേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ നിന്നെ പോലുള്ള ആളുകൾ തോന്നിയാസം വന്ന് വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. അതിന് നീ കടന്നിട്ട് ഇങ്ങനെ ഉരുകി തീട്ട വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പൊന്നുമോളെ. നിന്നെ നിന്റെ മക്കളെ വിറ്റ് തിന്നിട്ട് വേണല്ലോ അത് നീ പറയണ മാതിരി തീട്ടം. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഞാൻ തൂറിയത് എന്റെ കക്കൂസിലിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് പാർസൽ അയച്ചു തരാം. നീ വേണമെങ്കിൽ ഇരുന്ന് 3 നേരം തിന്നോ. ഞാൻ തൂറിയത് എന്റെ കക്കൂസിലിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് പാർസൽ അയച്ചു തരാം. നീ വേണമെങ്കിൽ ഇരുന്ന് 3 നേരം തിന്നോ. പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. നീയൊക്കെ അതെങ്കിലും നീ തിന്ന്. തൂറിയ തീട്ടം നിന്നിട്ടെങ്കിലും നിനക്ക് ചിലപ്പോ നല്ല സ്വഭാവം വന്നാലോ. നീ ഈ ലൈവില് കമന്റ് ഇടുന്ന ആളുകളൊക്കെ ചിലപ്പോ ഇവൾക്കൊന്ന് തീട്ടം പാർസൽ അയച്ചു കൊടുക്കും. ചിലപ്പോ ഇവൾക്കൊന്ന് തീട്ടം പാർസൽ അയച്ചു കൊടുക്കും. ഇവൾക്ക് തീട്ടം നിന്നാ നല്ല ആഗ്രഹം ഉണ്ടെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് ഗുരു ഉണ്ട് പോകൂടാ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ സാജിത? എന്റെ മക്കള് തൊട്ടടുത്തിരിക്കില്ലേ, ആ മക്കളെ വെച്ചിട്ടല്ലേ നീ ഇങ്ങനെ തീട്ട വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയുടെ അടിവസ്ത്രം അടങ്ങിയ വീഡിയോ വരെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ട് പോസ്റ്റ് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കിയ ഒരാളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ കുറെ ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. കുറെ ആൾക്കാർ നിനക്കെതിരെ മോശപ്പെട്ടുള്ള കമന്റുകൾ ഇട്ടു. അപ്പൊ നിനക്ക് കുരു അങ്ങോട്ട് പൊട്ടേ. ദുഷ്ട പട്ടി തെറ്റി തെറ്റുന്ന ആദി